Hi friends, welcome to SIMNAS notebook. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലുള്ളതോ എല്ലില്ലാത്തതോ ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. അപ്പം ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്ത ചിക്കനാട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പൊ ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്ന മുളക് പൊടിയാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ ആവാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ വിനാഗിരി, അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായാലും ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം, ഈ പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കണം. അങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുകിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലായാലും വെക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴായിരിക്കും നന്നായിട്ട് ഈ പൊടികളൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങനെ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന്. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി. അത് കഴിഞ്ഞാൽ നമുക്ക് 1 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. കോഴിമുട്ടയോ താറാമുട്ടയോ എന്തായാലും മതി. ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ മുട്ടയും മൈദയൊക്കെ നമ്മുടെ ഈ ചിക്കനിലും മസാലയിലും പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ മുട്ടയും ഈ മൈദയും ചേർക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ ചേർത്ത് വെക്കാം. പക്ഷെ ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. ആ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ചിക്കൻ 3/4 ഭാഗത്തോളം ഈ വെളിച്ചെണ്ണയിൽ മുങ്ങി നിൽക്കണം. അതേ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോ ചിക്കൻ പീസ് വീതം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരും, പക്ഷെ ഉൾവശം ഒട്ടും വേവില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 3/4 ഭാഗത്തോളം വെളിച്ചെണ്ണ മുങ്ങി നിൽക്കണം. സാധാരണ ഈ ചിക്കൻ ഫുള്ളായിട്ട് വെളിച്ചെണ്ണയിൽ മുങ്ങി നിന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ 3/4 ഭാഗത്തോളം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ആയാലും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് മറുവശം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം മറുവശം കൂടി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ ഓയിൽ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ഈ സമയത്ത് ഇനി അഥവാ ഓയിൽ ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കണം നിർബന്ധമുള്ളൂ. അല്ലാത്തവർക്ക് വേറെ എന്ത് വെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പപ്പടം ഞാൻ 4ആയിട്ട് കീറിയിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരുവാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ നമ്മൾ തിരിച്ചിട്ട് നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ പപ്പടം എല്ലാം നമുക്കിങ്ങനെ വറുത്ത് കോരാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും ഒന്ന് ജസ്റ്റ് വറുത്ത് കോരിയെങ്കിൽ എടുക്കാം. വറുത്ത് കോരി എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഒരു കാരണവശാലും പപ്പടം ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു പാർട്ട് ഒഴിവാക്കണം കേട്ടോ. കാരണം കീറ്റോ ഡയറ്റിന് പപ്പടം പറയുന്നില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പപ്പടും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെയൊക്കെ ഇങ്ങനെ എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കറിവേപ്പിലയല്ലേ. ഇനി നമുക്ക് നമ്മുടെ പപ്പടവും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളൊരു ചിക്കൻ പീസ് കഴിക്കുമ്പോൾ നമുക്കൊരു പപ്പടം എടുത്ത് കഴിക്കാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്, കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ പപ്പടം ഉപയോഗിക്കരുത്.
ഇപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വളരെ പെട്ടെന്നല്ലേ നമുക്ക് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒന്നും ചതയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മൈദയും മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.